ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പറഞ്ഞിട്ടല്ലേ ഇവന്മാര് ദേവിയെ ഉപദ്രവിച്ചത്? അതെ, ഇവിടെ നശിപ്പിക്കാനാണ് ഞാൻ കൊട്ടേഷൻ കൊടുത്തത്. ചാനലിൽ ന്യൂസ് വന്നപ്പോ കൊല്ലാനും പറഞ്ഞു. പക്ഷെ ഇവന്മാരെ കൊണ്ട് അതിന് പറ്റിയില്ല. കഴിവ് കെട്ടോമാൻ. എന്റെ മോളെ നീ അടങ്ങിയിരടാ. ലാളിച്ച് വളർത്തി എന്റെ മോളെ നീ. എടാ നിന്നെ ഞാൻ കൊല്ലോടാ. എന്ത് ദ്രോഹമാടാ ഞങ്ങൾ നിന്നോടൊക്കെ ചെയ്തത്? നിങ്ങളല്ല, നിങ്ങളുടെ മോളെ എന്നെ ദ്രോഹിച്ചത്. എന്റെ ജീവിതം അവളെ തകർക്കാൻ നോക്കി. എത്ര പേരുടെ ജീവിതം നീ തകർത്തു. ഞാൻ പറഞ്ഞത് സത്യം മാത്ര. ഇനി നീ കാരണം ആരുടെയും ജീവൻ ഇല്ലാതാവരുത്. അതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇനിയും പറയും. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാ ഇഴഞ്ഞു പോയി പറയും. ഇവന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇവൻ ജീവിച്ചിരുന്ന ഇനിയും ഈ നാട്ടിൽ പല പെൺകുട്ടികളുടെ ജീവിതം നശിക്കും. ഇവൻ നശിപ്പിക്കും. അതേടി, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എന്നോട് ആരും ചോദിക്കാനും വരില്ല. നിന്റെ ഒന്നും നാടകം കണ്ട് ഞാൻ പേടിക്കയില്ല. നീ പേടിക്കും സാഗർ. ഇപ്പൊ നിന്റെ തല നിറയെ അഹങ്കാരമാ. പണത്തിന്റെയും അധികാരത്തിന്റെയും അഹങ്കാരം. നിനക്കും നിന്നെ പോലെ ഉള്ളവർക്കും ഞങ്ങൾ പെണ്ണുങ്ങളുടെ ജീവനോ മാനത്തിനോ ഒരു വിലയുമില്ല. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന പുച്ഛമാണ് നിനക്ക്. ഒരു പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത ചെയ്തപ്പോ നീ ചിന്തിച്ചില്ല നിന്റെ അമ്മയെ ഒരു സ്ത്രീയാണെന്ന്. ചെയ്ത് കൂട്ടിയ തെറ്റുകളെല്ലാം പണവും അധികാരം കൊണ്ട് മൂടി വെച്ചാലും നിന്നോടൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഒരാൾ വരുമെന്ന് നീ അറിയണമായിരുന്നു. പാവങ്ങളുടെ അവസാന ആശ്രയം കോടതി. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ സൃഷ്ടിച്ച നിയമത്തിന്റെ പഴുതുകൾ നിന്നെ പോലുള്ള കൊടും ക്രിമിനലുകൾ രക്ഷപ്പെടാനായി വളച്ചൊടിച്ചാൽ തീരുന്നതല്ല ലോകത്തിന്റെ ന്യായം. അത് എന്നായാലും എങ്ങനെയായാലും നടക്കുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ ഇനി ഒരുത്തന്റെ കൈയും ഉയരരുത്. ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി. വേണ്ട, നിനക്ക് ഞാൻ ആരാന്ന് അറിഞ്ഞൂടാ. വേണ്ട. ഇവിടെ നടന്നതെല്ലാം ഇവിടെ അവസാനിച്ചു.